സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ ഹരിയാന ബിജെപിയിൽ പൊട്ടിത്തെറി തുടരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം സംബന്ധിച്ചും തീരുമാനമായില്ല. ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ആം ആദ്മി പാർട്ടി 50 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. സീറ്റ് തർക്കത്തെ തുടർന്ന് മുൻമന്ത്രി ബച്ചൻ സിംഗ് ആര്യയും ബിജെപിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. നേതാക്കളുടെ രാജി തുടരുന്ന സാഹചര്യത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിക്കാൻ സാധ്യതകൾ തേടിയെങ്കിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് സൂചന. 50 സീറ്റുകളിലാകും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യ ചർച്ചകൾ നടന്നെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയാകാൻ കഴിഞ്ഞിട്ടില്ല. സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി കൈക്കൊള്ളട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നത്. സഖ്യത്തിന്റെ ഭാഗമായി 10 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഡൽഹി അതിർത്തിയിലെയും പഞ്ചാബ് അതിർത്തിയിലെയും സീറ്റുകളിൽ തങ്ങൾക്ക് വിജയസാധ്യതയുണ്ടെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദം. 4 മുതൽ 5 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നതിന് കോൺഗ്രസ് തയ്യാറായതായാണ് വിവരം. എന്നാൽ 10 സീറ്റ് എന്ന ആവശ്യത്തിൽ ആം ആദ്മി പാർട്ടി ഉറച്ചു നിൽക്കുകയായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.